അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അറ്റകുറ്റപ്പണികൾക്കായി മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ ശ്മശാനം അടിയന്തരമായി പ്രവർത്തനയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തനയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധയോഗവും സംഘടിപ്പിച്ചത്. പ്രതിഷേധയോഗം CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമുക്ക് മൂവാറ്റുപുഴ നിവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി പെരുമ്പാവൂരും തൊടുപുഴയും ഉൾപ്പെടെയുള്ള പൊതു ശ്മശാനത്തെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികാരികളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റിന് വരെ കൈക്കൂലി മേടിക്കുന്ന ആളുകളാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നത്. ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പൊതു ശ്മശാനത്തിൽ അടക്കം ചെയ്യുന്ന ശവസംസ്കാരത്തിന് പോലും കൈക്കൂലി മേടിക്കുന്ന തരത്തിലേക്ക് മൂവാറ്റുപുഴയിലെ മുനിസിപ്പൽ ഭരണം അധംപതിച്ചു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എത്ര നാളായി ഈ സ്ഥിതി തുടങ്ങിയിട്ട്? ഈ ഒരു ശ്മശാനം ഇവിടെ രൂപീകരിച്ചത് മൂവാറ്റുപുഴയുടെ പൊതു ആവശ്യമാണെന്ന് കണ്ട് ഈ ശ്മശാനം രൂപീകരിക്കപ്പെടുന്നത് മൂവാറ്റുപുഴയിൽ LDF ഭരിക്കുമ്പോൾ MA സഗീർ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ്. ആ ഭരണാവധി കഴിഞ്ഞ് തൊട്ടടുത്ത് ഇതിന്റെ ആളുകളുടെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നത് കൊണ്ട് മറ്റൊരു ക്രിമറ്റേറിയം കൂടി വേണമെന്ന് കണ്ട് അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും കെട്ടിടവും നിർമ്മിച്ചു. ഈ രണ്ടും ഇപ്പോ നിലച്ചു കിടക്കുകയാണ്. ആ നിലച്ചു കിടക്കുന്ന സംവിധാനത്തിലേക്ക് ഈ മുനിസിപ്പാലിറ്റി എത്തിച്ച് ഇതിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാഹുൽ EB, അഖിൽ പ്രകാശ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അമൽദേവ്, ലാലു PG, ശ്രീജിത്ത് MB, അബൂബക്കർ PM, അഭിജിത്ത് സജീവ്, സോനു K ബേബി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ P മൂസ, ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് KK, ബ്ലോക്ക് ട്രഷറർ അൻസൽ മുഹമ്മദ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ്, R രാകേഷ്, KG അനിൽകുമാർ, MA സഹീർ, CPIM സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ PB എന്നിവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.